നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പൊരുതി നിന്നില്ലേ? എല്ലാവരും അനുകരിക്കേണ്ട ഒരു മാതൃകയായി ഇവള്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊരു പാഠമാണ്. കുടുംബത്തിലെ ഒരാൾ സ്വന്തം കാര്യം നോക്കിപ്പോയ കുടുംബം മുഴുവൻ നിലയില്ലാ കയത്തിലേക്ക് വീണു പോകുന്ന വലിയ പാഠം. എത്ര വലിയ വേദന താങ്ങാനും ഏത് പ്രതിസന്ധിയോട് പൊരുതാനും പെൺകുട്ടികൾക്ക് കഴിയുന്നൊരു പാഠം പാറു ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നടുക്കടലിൽ തള്ളിയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അതാണ് അവൻ ചെയ്തത്. ഇലയില്ലാ കടത്തിൽ കയ്യും കാലും ഇട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചോണ്ടിരിക്കുക ഞങ്ങൾ 4 പേരും ഇപ്പോ. ഈ ഡ്രൈവർ എന്തിനാ വണ്ടി ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? അവിടെ എത്ര സ്ഥലമുണ്ട്? 3 നേരവും നമ്മൾ ഇത്രയും ദൂരം നടക്കണ്ടേ? ആ ഉത്സവം കാണാൻ വരുന്നവര് വണ്ടി എന്തെങ്കിലും തകരാറാക്കിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ആയിരിക്കും. വിളിക്ക്, ഇത് കൊടുത്തിട്ട് നമുക്ക് വേഗം പോവാം. ചേട്ടാ, ഡ്രൈവറേട്ടാ, ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവറേട്ടാ, ചേട്ടാ, ഡ്രൈവറേട്ടാ. വണ്ടിയിൽ ആളില്ലേ? ഉണ്ടാവും. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ വണ്ടി ഓടിച്ചതല്ലേ, അതുകൊണ്ട് ഉറക്കമായിരിക്കും. ചേട്ടാ, ഡ്രൈവറേട്ടാ. വീട്ടിൽ വന്ന ആളെയും കാണുന്നില്ലല്ലോ. ആ ചേട്ടനും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഉണരുമ്പം കഴിച്ചോളും. നീ ഇത് വണ്ടിയിൽ വെച്ചിട്ട് വാ. പാറുവിനി വണ്ടി കയറൂ. മാഡം, ഞാൻ ആഹാരം തരാൻ വന്നതാ. ഡ്രൈവറേട്ടൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ. ഉറക്കാണോ? അത് ഞാൻ വിളിച്ചുണർത്തിക്കോളാം. തനിച്ച് പോണ്ട, ഇരുട്ടല്ലേ, ഞാൻ അവിടെ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങക്ക് പേടിയൊന്നുമില്ല. ഇത് ഞങ്ങളുടെ നാടല്ലേ. പിന്നെ വീട്ടിൽ കുറെ അതിഥികൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ വന്ന് നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കണം. മടിയൊന്നും വിചാരിക്കണ്ട. എന്ത് മര്യാദയുള്ള 2 കുട്ടികൾ. അമ്മയുണ്ടാക്കിയ ആഹാരമാ കഴിച്ചിട്ട് എത്ര കാലമായി. ഇവിടെ എന്തൊരു കഴിപ്പാടായത്. നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ. പറഞ്ഞിരുന്നെങ്കിൽ ആ പലചരക്ക് കടയെന്നേ വല്ല പഴവും ബിസ്ക്കറ്റോ എന്തെങ്കിലും വാങ്ങാറുന്നല്ലോടാ. കാർത്തി, കണ്ണ് അറിയുന്നല്ലോ. എന്തു പറ്റിയടാ? എന്താടാ, എന്തു പറ്റി? നിക്ക്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. കുട്ടികൾക്ക് നിന്ന് തരാൻ എനിക്ക് സമയമില്ല. ക്ഷേത്രത്തിൽ പൊങ്കാലിടണ്ടേ? അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ. കൊണ്ടുപോകാനുള്ള വിറക് ഇതുവരെ കെട്ടിയിട്ടില്ല. പൊങ്കാല കഴിയുമ്പോഴേക്കും കാപ്പ് കെട്ടാനുള്ള സമയമാവും. അതിന് വേണ്ടതും തയ്യാറാക്കണം. ഒരു 5 മിനിറ്റ് മതി. ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എടി, നീ എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? അവിടെ 100 കൂട്ടം പണി കിടക്കുക. അത് ചെയ്തോണ്ടിരുന്നതിന്റെ ഇടയിലാ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേ. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് അത് പറയുന്നുമില്ല. അവള് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാന്ന് മാഡത്തിന് അറിയോ? എനിക്കറിയാം. എന്തിനാ? അത് ഞാൻ പറയില്ല, പാറു തന്നെ പറയും. ദാ, അച്ഛ
അച്ഛനിത് വാങ്ങിക്കേ. ഇതെന്താ മോളെ? അച്ഛനും മുണ്ടും ഷർട്ടും, അമ്മയ്ക്കും ചേച്ചിക്കും സാരി. ഞാൻ വരുമ്പോ കൊണ്ടുവന്നതാ. അമ്മയ്ക്ക് ഞാൻ പിന്നെ